ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ CAG പറ്റിയാണ് നോക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് CAGയുടെ ഫുൾ ഫോം വരുന്നത്. ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ് CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിളിലാണ് CAGയെ പറ്റി പറയുന്നത്. CAGയെ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയുമെന്നും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതുമെന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ്? പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നത് CAG ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അനുച്ഛേദം 148 ആണ്. 148 ആണ് കേട്ടോ. അപ്പൊ CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 148. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് CAG ആണ്. അപ്പൊ കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും ഒക്കെ വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിക്കുന്നത് CAG ആണ്. CAGയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. CAGയുടെ ഭരണകാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. അപ്പൊ CAGയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ CAGയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതും പ്രസിഡന്റ് തന്നെയാണ്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കുന്ന അതേ രീതിയിലാണ് CAGയും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്. CAGയുടെ ഭരണകാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. CAG രാജിക്കത്ത് നൽകുന്നതും പ്രസിഡന്റിന് തന്നെയാണ്. കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് CAG രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് CAG സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഇന്ത്യയുടെ പ്രഥമ CAG ആണ് V. നരഹരി റാവു. അപ്പൊ ഇന്ത്യയുടെ പ്രഥമ CAG ആരാണ്? V. നരഹരി റാവു ആണ്. ഇന്ത്യയിലെ നിലവിലെ CAG ശ്രീ K. സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. അപ്പൊ K. സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയിലെ നിലവിലെ CAG.